ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാക് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിയർ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽസ് ന്യൂ വീഡിയോ. ഇന്ന് ശനിയാഴ്ച ഞങ്ങളുടെ വീക്കെൻഡ് റൈഡുള്ള ദിവസമാണ്. അപ്പോൾ റാംബ്ലേഴ്സിൻ്റെ കൂടെ ഇന്നൊരു മോട്ടോർ സൈക്കിൾ റൈഡിന് വേണ്ടി പോവുകയാണ്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. 7:30 റോൾ ഔട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോയി. നല്ല തണുപ്പുള്ള സീസൺ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി നല്ലോണം ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഷെയ്ഖ് സാദ് മസ്ജിദൊക്കെ കഴിഞ്ഞ് നേരെ ടുവേർഡ്സ് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റായ അൽ മഹാവി പമ്പ്, അവിടത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആൻഡ് മോട്ടോർ സൈക്കിൾ റൈഡിങ് ആൻഡ് ഓഫ് കോഴ്സ് ട്രാവൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം. നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, കമ്പാരിറ്റീവ്ലി മറ്റുള്ള ദിവസങ്ങളിലുള്ള റൈഡിനേക്കാളും മുമ്പത്തെ ആഴ്ചകളിലുള്ള റൈഡിനേക്കാളും കമ്പാരിറ്റീവ്ലി റൈഡേഴ്സ് കുറവായിരുന്നു ഇപ്രാവശ്യം ഒരു 10 റൈഡേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. വീക്കെൻഡ് ആയതുകൊണ്ട് പലർക്കും ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ട് പല കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് പുതിയ 2 റൈഡേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ. മിസ്റ്റർ രഗീത് ആൻഡ് മനീഷ്, ഇവർ 2 പേരുമാണ് നമ്മുടെ കൂടെ പുതിയ റൈഡേഴ്സ്. അവർ ഓൾറെഡി 2 റൈഡ് ചെയ്തു. 3ാമത്തെ റൈഡാണിത്. കഴിഞ്ഞ 2 റൈഡിന് ഞാനുണ്ടായിരുന്നില്ല. എനിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റിയില്ല 2 റൈഡിന്. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റിൽ നിന്നുള്ള സൊറ പറച്ചൽ, പിന്നെ കാപ്പികുടി, ആ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ റൈഡ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡാക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ട് പോവും. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. തിരിച്ച് റോൾ ബാക്ക് ടു അബുദാബി. ഓക്കെ, അങ്ങനെയാണ് പ്ലാന്. ഇങ്ങനെയാണ് പ്ലാനെങ്കിലും പ്ലാനുകളിൽ പല വ്യത്യാസങ്ങളും വരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ചായ കുടിക്കാൻ നിർത്തുന്ന സമയത്ത്, പിന്നെ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ സൊറപറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും ഡെസ്റ്റിനേഷനെ കുറിച്ച് പറഞ്ഞാൽ അപ്പം നമ്മുടെ ക്യാപ്റ്റൻ സാറ്, നമ്മുടെ റാംബ്ലേഴ്സ് ഗ്രൂപ്പിൻ്റെ കണ്ണിലുണ്ണിയായ ക്യാപ്റ്റൻ മിസ്റ്റർ അജ്മൽ ഭായ് അപ്പോൾ പ്ലാനുകളിലൊക്കെ ഒന്ന് വ്യത്യാസമൊക്കെ വരുത്തി ആ ഡെസ്റ്റിനേഷനൊക്കെ കണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വേറെ എന്തെങ്കിലും പ്ലാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അങ്ങോട്ടേക്ക് വിട്ട്, അപ്പോൾ റൈഡ് കുറച്ച് വലിയ റൈഡും ആവും. എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം കാണാത്ത സ്ഥലങ്ങളായിരിക്കും. നമ്മൾ വീണ്ടും പുതിയൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാകുക. നമ്മുടെ ചെറിയ ഷോർട്ട് പ്ലാനിൽ നിന്ന് ചിലപ്പോൾ ഒരു വലിയ പ്ലാനിലേക്കൊക്കെ പോകും. അപ്പോൾ പ്ലാനുകളൊക്കെ ഇങ്ങനെ മാറാം, അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റായ അൽ മഹാവി പമ്പിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നമ്മുടെ ബ്രിഡ്ജ് എടുത്ത്, പിന്നെ സൗദി ഷഹാമ റോഡ്, സൗദി ദുബായ് റോഡിൽ ഇറങ്ങി, എന്നിട്ട് നേരെ യാസിലോട്ട് കയറും. ബ്രിഡ്ജ് എടുത്ത് യാസിൽ കയറി, യാസിൽ ഒരാളെ നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കൂടെ അവിടുന്ന് ഒരാൾ ജോയിൻ ചെയ്യുന്നു വന്നു. അപ്പോൾ അതുകൊണ്ട് യാസ് റോഡിൽ കയറിയിട്ട് ഹൈവേ E10 ഇറങ്ങും. E10 ഇറങ്ങി അതിനുശേഷം E11 മെർജ് ചെയ്ത് അൽ റഹബയിൽ 366 നമ്പർ എക്സിറ്റ് എടുത്ത് 366 എക്സിറ്റ് എടുത്ത് നമ്മളവിടെ ഒരു റൗണ്ട് ബോട്ടിൻ്റെ സൈഡിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റ് ആണ്. കുറച്ച് ആളും ബഹളമൊക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ ഇനി എന്തെല്ലാം എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. കുറച്ച് ചുറ്റും കുറച്ച് കാടൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു എന്താ പറയാ, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് രാവിലത്തെ ഒരു ആ ചായ വൈബ് ഉണ്ടല്ലോ, നമുക്കൊരു പൊറോട്ട സാൻഡ്വിച്ചും ചായയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് ആ ബെഞ്ചിലൊക്കെ ഇരുന്ന് ഇനി കഴിക്കാൻ തണുപ്പുള്ള കാലത്ത് നല്ല ഒരു വൈബായിരിക്കും. ഇത് ഞാൻ വിന്ററിലാണല്ലോ നമ്മൾ ഈ യാത്ര, അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഈ പ്രാവശ്യം ചൂസ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന്. ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുള്ള സ്ഥലം. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് സംസാരങ്ങളും സൊറവറച്ചലിനെല്ലാം ഇടയിൽ പുതിയൊരു ലൊക്കേഷൻ പറഞ്ഞു. നമ്മുടെ ഗന്തൂത്തിന്റെ അടുത്തൊരു കായൽക്കരയുണ്ട്, അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അതിന് ഓക്കെ പറഞ്ഞു. നമ്മളെ ക്യാപ്റ്റൻ ലീഡ് ചെയ്തുകൊണ്ട് നമ്മളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ ആ പ്ലാന് എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മുടെ ഗന്തൂത്തിന്റെ അടുത്തുള്ള ആ കായൽക്കരയിലോട്ട് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ലൊക്കേഷനിലെത്തി. നല്ല അതിമനോഹരമായിട്ടുള്ള നല്ലൊരു വൈബുള്ള സ്ഥലം, നല്ല പച്ചപ്പും നീല വെള്ളവും നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തോട്ട് വരുന്നത്. നമ്മുടെ കൂടെ റൈഡ് ചെയ്ത് 2-3 പേര് ആദ്യം അവരിവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരാണ് അവിടുന്ന് ഇങ്ങനെ ലൊക്കേഷൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഇട്ട് പെട്ടെന്ന് ഈ ലൊക്കേഷനിലോട്ട് വരികയായിരുന്നു. എന്ത് പറഞ്ഞാലും ഈ കായല് നമ്മുടെ യാസ് ഐലൻഡിലുള്ള കടലിലോട്ടാണ് എത്തിച്ചേരുന്നത്. ഇത് ഏതാണ്ട് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗന്തൂത്തിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണിത്. ലൊക്കേഷന് ആവശ്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണിത്. വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും എല്ലാം കിട്ടുന്ന നല്ലൊരു അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്.
അങ്ങനെ കുറച്ചു നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ അവിടുന്ന് അടുത്തൊരു പ്ലാൻ ഇട്ടു. നമ്മൾ പ്ലാൻ ഇട്ടത് നമ്മുടെ കൂടെ റൈഡ് ചെയ്ത രഗീത്തിന്റെ വീടൊന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അടുത്ത പ്ലാന്. അപ്പൊ കുറച്ചുപേര് ഞങ്ങളെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്തു. കുറച്ചു പേർക്ക് വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവര് ഹൈവേയിലോട്ട് കയറിയതിന് ശേഷം അവര് റൂട്ട് പിടിച്ച് അവരെ ലൊക്കേഷനിലോട്ട് പോയി. ഞങ്ങള് നമ്മുടെ പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഞങ്ങൾ 3-4 പേര് പിന്നെ രഗീത്തിന്റെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പോയി. But now, yeah, make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. They know that we're calling it love. Hey, it's too late to try to go contain it. A generation fueled by creation. We live lives on a small screen nation. We control the airwaves, no negotiation. I refuse to think we need saving. Something good will come from creation. And when we think that the world is too anxious, we'll adapt, evolve, survive and save it. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. You got me like, oh yeah. I think that we've all had enough. Sick of dealing with the old plan. They know that we're calling it wrong. അങ്ങനെ ഞങ്ങൾ രഗീദിന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ ഒരാളുണ്ടായിരുന്നു, അക്കീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹസ്കി, രഗീദിന്റെ പെറ്റാണ്. അവള് ഞങ്ങളെ കണ്ടതും ഭയങ്കര സന്തോഷമായി അവൾക്ക്. അവര് പിന്നെ ഞങ്ങളുടെ ബഹളവും ഞങ്ങളുടെ ഉള്ള കളിയും പിന്നെ എന്തൊക്കെയാ പറയണ്ടേ, അവളെ എക്സ്പ്രഷൻസ്, അവളുടെ സന്തോഷം അവൾക്ക് അടക്കി വെക്കാൻ പറ്റുന്നില്ല. അക്കീര ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാം അവൾ എത്രമാത്രം ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരെയും കണ്ടെന്നുള്ളതിന് ശേഷം. ഓക്കെ, അപ്പോ നല്ല അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെറ്റായിരുന്നു നമ്മുടെ ഈ ഹസ്കി. അവൾക്ക് ഞങ്ങളെയും ഭയങ്കര ഇഷ്ടമായി, അക്കീരനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളെല്ലാവരും കൂടെ നല്ല രീതിയിൽ പെരുമാറുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ബഹളോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള കളിയോ ഒന്നുമില്ല. നമ്മളെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ആ ഒരു വൈബിൽ തന്നെ നമ്മുടെ ഈ അക്കീരയും ഞങ്ങളെ കൂടെ തന്നെ ജോയിൻ ചെയ്തു.
അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങളെല്ലാം റഗീത്തിനോടും നമ്മുടെ ലവ്ലി പെറ്റായ അക്കീരയോടും ബൈ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി ലക്ഷ്യം വീട്ടിലോട്ട് പോവാന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായും പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ, ഈ വീഡിയോസിൽ കാണിച്ച ലൊക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ തിരിച്ച് റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പിന്നെ നല്ല നല്ല ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, മോട്ടോർ സൈക്കിൾ റൈഡിങ് വീഡിയോസ് ആൻഡ് ഓഫ് കോഴ്സ് ട്രാവൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഐ ആം സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ ആൻഡ് ഗുഡ് ലക്ക് ടു എവരിവൺ ആൻഡ് ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.